മാത്സ് പസിലുകളിലേക്ക് സ്വാഗതം. 2 പസിലുകൾ പരിചയപ്പെടാം. കഴിഞ്ഞ എപ്പിസോഡിലെ 2ാമത്തെ പസിലിന്റെ ഉത്തരവും പുതിയൊരു പസിലും. തുടങ്ങാം. വെയിറ്റിംഗ് ഇൻ ലൈൻ at the local sand shop. Every customer who enters is given a number. On one particularly busy lunch hour, customers 17 through 31 were waiting to be called. If you counted up all the waiting customers, how many would be there be? ഈ പസിലിന്റെ ഉത്തരാണ്. ഒരു സാൻഡ്വിച്ച് ഷോപ്പില് കുറെ ആൾക്കാർ തിരക്കുള്ള സമയമാണ്. അപ്പം ഓരോരുത്തർക്കും നമ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തപ്പോൾ 17 മുതൽക്ക് 31 വരെ നമ്പർ കൊടുത്തു. ഈ ഇങ്ങനെ കൊടുത്തവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഈ നമ്പർ കൊടുത്തവർ 17 മുതൽക്ക് 31 വരെ നമ്പർ കൊടുത്തവർ എത്ര പേരുണ്ട് എന്നാണ് നമ്മുടെ പസിൽ. ഇത് സാധാരണ ചെയ്യുക 31 നിന്ന് 17 കുറച്ച് 14 എന്ന് പറയും. പക്ഷെ ഉത്തരം തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് എന്ത് വരുത്തില്ല, 17 കൂടി വരേണ്ടതാണ് അല്ലേ? അതായത് 31 നിന്ന് 17 അല്ല കുറക്കേണ്ടത്, 31 നിന്ന് 16 കുറക്കേണ്ടത്. അപ്പൊ കിട്ടുന്ന ഉത്തരം എത്രയാ? 15 ആണ് ഈ പസിലിന്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സെക്കൻഡ് പസിൽ, അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കാം. Magic circle. The numbers 1 through 9 are arranged in a circle. Can you divide the numbers into 3 groups, not changing the order, so that the sum of the numbers in each group is the same? 1 മുതൽക്ക് 9 വരെയുള്ള അക്കങ്ങൾ, സംഖ്യകൾ ഒരു വൃത്തമായി തന്നിട്ടുണ്ട്. ഒരു വൃത്താകൃതിയിലാണ് ആ അക്കങ്ങൾ ഉള്ളത്. ഇതിനെ 3 ഭാഗമാക്കി മാറ്റണം. അതിന്റെ ക്രമമൊന്നും മാറ്റാൻ പാടില്ല. അങ്ങനെ 3 ഭാഗമാക്കി മാറ്റുമ്പോൾ ഓരോ ഭാഗത്തെയും ഓരോ ഗ്രൂപ്പിലെയും സംഖ്യകളുടെ തുക തുല്യമായിരിക്കണം. ആ രീതിയിൽ ഇതിനെ ഗ്രൂപ്പാക്കി മാറ്റണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് അതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ.